ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പണിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ. വീട് പണിയുടെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറപ്പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകാറില്ല, ഇടയ്ക്കൊക്കെ പോയി വരാറുണ്ട്, വീഡിയോ ഒന്നും ഇടാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലും കമൻസിലൊക്കെ ഞാൻ ചോദിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ വീട് പണി നമ്മൾ കുറച്ച് കാലത്തേക്ക് നിർത്തി വെച്ചേക്കായിരുന്നു. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം, അതായത് ഹിന്ദുക്കളായിരിക്കും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കേണ്ടതാണ്. ഞാൻ വിശ്വസിക്കണം കേട്ടോ. ഈവൻ ഞാൻ പോലും ഈ കാര്യങ്ങളൊക്കെ അറിയണത് ഇപ്പം എൻ്റെ വീട് പണി ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ വീട് ഈ ഈ കുംഭമാസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ചിലരോട് വിശ്വസിക്കുന്നുണ്ടാവുള്ളൂ, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ നന്നായിട്ട് വിശ്വസിക്കുന്നതാണ്. ഇനി ഈ കാര്യം നമ്മൾ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ മാസം നമ്മൾ കട്ട്ള വെച്ചു എന്ന് വിചാരിച്ചോ. കട്ട്ള വെച്ച് കഴിഞ്ഞാൽ വീട് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ടൈമിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കുറേ മുടക്കങ്ങളെന്നൊക്കെ വന്നുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാസത്തിൽ, മലയാള മാസം കുംഭമാസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത് കേട്ടാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് വീഡിയോ പണി ഇത്രയാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നമുക്ക് ഒരു നമ്മൾ വീട് പണിയാൻ പോണ വീടിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഇടാം. ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ അഴികളില്ല. ഇപ്പോൾ ഈ ജനലിന് അഴികളില്ലേ, ഇങ്ങനത്തെ കമ്പികൾ, ആ കമ്പികളില്ല. അപ്പോൾ PVUC അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ജനലിലേക്ക് യൂസ് ചെയ്യുക. അതായത് ഗ്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്ലാസ്സിനെ കവർ ചെയ്തിട്ടൊരു പ്ലാസ്റ്റിക് ഉണ്ടാവും. നമ്മളിങ്ങനത്തെ കമ്പി നമ്മുടെ ഡിസൈനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ വലിയൊരു സേഫ്റ്റിയുടെ ഇഷ്യൂവിൻ്റെ കാര്യം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കള്ളന്മാരൊക്കെ വന്നിട്ടുള്ള, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വരെ കള്ളം വന്നിട്ടുള്ള കേട്ടോ, തൊട്ടപ്പുറത്ത് വീട്ടിലെ കളി. അപ്പോൾ എനിക്ക് എന്തോ പേടി പോലെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി. പക്ഷെ നമ്മളിപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വരാൻ പോകുന്നത്. നിങ്ങളൊരു വീട് പണിയാൻ പോകുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടേക്ക്, അല്ലെങ്കിൽ ഫുള്ള് കണ്ടേക്ക്, എനിക്ക് സപ്പോർട്ട് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞാൻ അച്ഛനെ കൂടിയിട്ടാണ് പോണേ. നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക്, അതായത് മാനുഫാക്ചേഴ്സ്, അവിടേക്കാണ് പോകുന്നത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി റേറ്റ് കുറവിന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർ ഉണ്ടാക്കണമല്ല, അതുകൊണ്ട് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മൾ വീട് പണിയുടെ സാധനങ്ങൾ എടുക്കാൻ കേട്ടോ. ഈ കട്ടയാണ് നമ്മൾ വാങ്ങാവുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത്. നമ്മൾ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടത്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം എന്താ വാങ്ങേണ്ടത് എന്നുള്ളത് കേട്ടോ. ഈ ചെറിയ കട്ട ഞങ്ങൾക്ക് കുറച്ച് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് വർക്കാൻ ഞങ്ങൾ ഈ കട്ടയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതലും വേണ്ടത് വലിയ കട്ടകളാണ്. അപ്പോൾ 36, 37, 38 ഈ റേറ്റിലാണ് ഞങ്ങൾ കുറേ കടയിൽ ചോദിച്ചിട്ട് വന്നത് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ നിയറുള്ള കടയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനല കമ്പി അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട്, അപ്പോൾ ജനല നോക്കാൻ പോയപ്പോൾ ഈ ജനലല്ല ഞങ്ങൾക്ക് വേണ്ടത്, നല്ല ഹൈറ്റിലുള്ള ജനല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ ആദ്യം നോക്കിയത് ചില്ല് മാത്രമുള്ള ജനല ചേട്ടാ. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ സേഫ്റ്റിയുടെ ചെറിയ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് വിട്ടു. അതുപോലെ ഞങ്ങൾ വാതിൽ നോക്കണത് വലിയ വാതിലാണ് കേട്ടോ, വാതിലല്ല കട്ട്ള. നമുക്ക് വേണ്ട സാധനത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ടാറ്റയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടിഭാഗം വരണ ഒരു കട്ട്ളയും കുറച്ച് ജനലുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേറെ സ്ഥലത്തേക്ക് നോക്കാം. ഇത് വഴിയിൽ അറിയാണ്ട് വന്ന് കണ്ടതാണ്. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് പോകാം. ഇതൊന്നും ഒരു പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ കുറേ കടയിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കിയാൽ ഒരു കടയാണ് കേട്ടത്. കടയല്ല, മാനുഫാക്ചേഴ്സാണ്. അവിടെ ഉണ്ടാക്കിയിട്ട് അവർ സെയിൽ ചെയ്യണത്. ചെറിയ ചെറിയ ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നുണ്ട്, നേരിട്ട് വീടുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി വെക്കുന്ന സ്ഥലമാകുമ്പോൾ ഇത്തിരി കൊണ്ട് റേറ്റ് കുറയുമെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഡിസൈൻസ് ഉണ്ട്. നമ്മൾ നോക്കിയതിൽ തന്നെ 2 ഡിസൈൻസ് ഉണ്ട്. അതായത് ഹൈറ്റ് കൂടിയതിൽ തന്നെ വിത്ത് കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് റേറ്റ് കുറവായിട്ട് തോന്നി. സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, ഇത് ടാറ്റയുടെ സ്റ്റീൽ എന്നാണ് എല്ലാവരും പറയുക. ടാറ്റയുടെ ഇരുമ്പാണ്, പ്രൊഡക്റ്റാണെന്നൊക്കെ പറയും. പക്ഷേ ടാറ്റയുടെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഒന്നും കാട്ടി തരണമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ, കമൻറ്റ് ഇടുക. ഞങ്ങൾക്ക് മെയിൻ കട്ട്ള വലുതും പിന്നെ റൂമിലേക്ക് 2 കട്ട്ളയാണ് വേണ്ടത് കേട്ടോ. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നത്. പിന്നെ ജനലകൾ ഞങ്ങൾ പ്രൈസ് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിന് സെറ്റാവണ റേറ്റ് അല്ല, മീൻസ് ഇതിൻ്റെ നോർമൽ റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഇത്ര സാധനങ്ങൾ കൂടിയിട്ട് ഇത്ര രൂപയിലേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലുള്ള സാധനങ്ങൾ മൊത്തം ഇരുമ്പാക്കാമെന്ന് ചോദിച്ചു കേട്ടോ. കൊട്ടേഷനൊക്കെ വന്ന് റേറ്റൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കിളി കയറി. എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും കൂടി എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ. പിന്നെ നല്ല വെയിലും ആകെ പ്രാന്തായി. രാവിലെ ഇറങ്ങിയതാണ് കിട്ടുന്നത്, ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാട്ടാ. പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. പോണ വഴിയിലൊക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ കയറി വില ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നി ഇവിടെയും. പക്ഷേ വീട്ടിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 കമ്പാരിസൺ ചെയ്ത് നോക്കി എല്ലായിടത്തും ബില്ലും വെച്ചിട്ട്. ഞങ്ങൾ എല്ലായിടത്തും ബില്ല് ആദ്യമായിട്ടാണ് കളക്ട് ചെയ്തത്. ഇവിടുത്തെ വാതിലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ലോക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല റേറ്റാണ്, ഇമ്പോർട്ടഡ് ആണ്. എനിക്ക് ആ കേവുള്ള ഇതൊക്കെ ഭയങ്കര അങ്ങനെ 2-3 സ്ഥലത്തെ ബില്ലൊക്കെ കളക്ട് ചെയ്ത് സെറ്റപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയി പെട്ടത് ഗേറ്റിലാട്ടാ. ഇനി ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോണത്. ഇനി നമ്മൾ പോണത് ഇരുമ്പ് നോക്കാനല്ല കേട്ടാ. ഇനി നമ്മൾ നോക്കണത്, ഞാനല്ലോ കുറേ ഡോറിൻ്റെ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചുവിടാം. അപ്പം ലേശം വെള്ളം കുടിക്കാൻ കയറിയതാ.
കരിമ്പോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളതേ നോർമൽ കട്ട്ളകൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട്ലിൻ ചാനലൊക്കെ ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ്. ഇത് കോൺക്രീറ്റിൻ്റെ ഇട വന്നതാണത്. ഇവിടെ വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റേറ്റ് കൂടുതലായി. ബഡ്ജറ്റ് ഇടിവാണ് ഗൈസ്, ബഡ്ജറ്റ് ഇടിവ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം സ്റ്റീലാക്കിയിട്ട്, പിന്നെ സൈഡ് ഡോറൊന്നും നമ്മൾ എപ്പോഴും ഓൺ ആക്കണമല്ലോ. അത് കാരണം ആ സാധനങ്ങളൊക്കെ നമ്മൾ എന്താ കോൺക്രീറ്റ് ആക്കാൻ കരുതി. കോൺക്രീറ്റ് ചൂസ് ചെയ്യേണ്ടി വന്നത്. ഫ്രണ്ട് ഡോർ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡോർസൊക്കെ ഞങ്ങൾ സ്റ്റീലാക്കാൻ തീരുമാനിച്ചു കേട്ടോ, ഞങ്ങളുടെ ബഡ്ജറ്റിന് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്കുള്ള ഒരു ജനലേയും രണ്ട് ജനലേയും ഒരു വലിയ കട്ട്ലയും മാത്രം നമ്മൾ സ്റ്റീലെടുത്തു. പിന്നെ നമ്മൾ നേരെ എടുത്തത് മൊത്തം കോൺക്രീറ്റിൻ്റെ ആട്ടാ. അതായത് റേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവായിരിക്കും, പക്ഷേ യൂസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റൊക്കെ പൊടിയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ഫ്രണ്ടിലത്തെ എന്തായാലും മെറ്റലാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മളത് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ആ പൊടി തോന്നുന്ന സാധനമൊക്കെ അമ്മയ്ക്ക് അലർജിയൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ നോക്കിയതാണ് 30,000 രൂപയ്ക്ക്. പിന്നെ സ്വത്തപ്പിൻ്റെ ഒരു കാറൊക്കെ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയൊന്നുമില്ല കേട്ടോ, ഞാൻ കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയ കട്ട കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കും കൂടിയിട്ട് ഫുള്ളിൽ നിന്ന് ഇറക്കിയിട്ടാ. ഒരുപാടുണ്ടായിരുന്നു കട്ട. ചെറിയ കട്ടയാണ്, പക്ഷേ എളുപ്പമല്ല. ഞങ്ങൾ കുറേ എറിഞ്ഞ് നോക്കിയിട്ടാണ്. എറിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ സമാധാനമായി. പിന്നെ ഞങ്ങൾ മെല്ലെ ഇറക്കാൻ തുടങ്ങിയിട്ടാണ്. ഇങ്ങനത്തെ പരിപാടിയൊന്നും ശരിയില്ലാത്തതുകൊണ്ടേ കൈയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിയാണ്. എൻ്റെ മുട്ടിയുണ്ട്, അവൻ്റെ മുട്ടിയുണ്ട്. അച്ഛൻ്റെ പൊട്ടിയിട്ടില്ല. അച്ഛന് പിന്നെ ഈ പണിയായതുകൊണ്ട് അച്ഛൻ്റെ അങ്ങനെ കൈയൊന്നും പൊട്ടാറില്ല. പൊട്ടിയിട്ടില്ല ഇതുവരെ. അച്ഛൻ ഞങ്ങളടുത്ത് പറഞ്ഞ കേട്ടോ, എറിയണ്ട കൈ പൊട്ടും എന്ന്. പക്ഷേ ഞങ്ങൾ കേട്ടൊന്നുമില്ല. ഞങ്ങൾ എറിഞ്ഞ് കഴിയുമ്പോൾ കൈ പൊട്ടി. ഇതുവരെയും കഴിഞ്ഞത്തെ പാട് പോയിട്ടില്ല കേട്ടോ. നല്ല വേനയുണ്ട്. ചോറുണ്ടുമ്പോൾ വരെ വേന അറിയാൻ പറ്റും. വെറുതെ ആവശ്യമില്ലാണ്ട് എറിയാൻ നിൽക്കരുത്. ഇതൊക്കെ പോയി എടുത്തുകൊണ്ടാണ് നല്ലത്. കാരണം അതിൻ്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പാണ്, അതിൻ്റെ എഡ്ജൊക്കെ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യാട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർ കുറച്ചൊക്കെ പറയുന്നത് നല്ലതാണ്. ഞങ്ങൾ കട്ടൊക്കെ വെറുതെ അവിടെ ഇവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട മതിയാവുമെന്ന് അറിയാം.